മംഗോളിയയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ 7ാം ദിവസവും പരാജയപ്പെട്ടു. ലോറി കരയിലില്ലെന്ന് സൈന്യം സ്ഥിരീകരിച്ചതോടെ മലയടിവാരത്തിലെ തിരച്ചിൽ അവസാനിപ്പിച്ചു. റഡാർ എത്തിച്ച് പരിശോധന നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. നാളെ മുതൽ ഗംഗാവാലി നദിയിൽ ഡ്രഡ്ജിംഗ് നടത്താനാണ് തീരുമാനം. NDRFന്റെ വിദഗ്ധ സംഘവും നാളെ എത്തും. AK അഭിലാഷാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. അഭിലാഷ, 7ാം ദിവസവും നടത്തിയ അർജുനായുള്ള കാത്തിരിപ്പ് തിരച്ചിലൊക്കെ വളരെ സങ്കടത്തോടെയാണ് ഇന്നും അവസാനിപ്പിച്ചത്. നാളെയും അർജുനെ കണ്ടെത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. നാളെ പുഴ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്, അല്ലെങ്കിൽ തിരച്ചിലാണ് നടക്കുക. മറ്റു വിവരങ്ങൾ. അർജുനായുള്ള തെരച്ചിൽ 7ാം ദിവസവും പൂർത്തിയാകുമ്പോഴും അർജുനെയോ അർജുൻ സഞ്ചരിച്ച വാഹനമോ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ സൈന്യം എത്തിച്ച 2 ഡിവൈസുകൾ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് 8 മീറ്ററോളം താഴ്ചയിൽ ലോഹത്തിന്റെ അംശമുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിനെ തുടർന്ന് 8 മീറ്ററോളം മണ്ണ് മാന്തി നടത്തിയ പരിശോധനയിലും ഈ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നാലെ ഈ പ്രദേശത്തെ മുഴുവൻ മണ്ണും നീക്കി. ഇതിന് പിന്നാലെ തന്നെ സൈന്യം ഇവിടെ വാഹനമില്ല എന്നുള്ള സ്ഥിരീകരണവും ഉണ്ടാക്കി. അതിനുശേഷം ഈ ദേശീയപാതയിലെ മുഴുവൻ മണ്ണ് നീക്കം ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതോടൊപ്പം തന്നെ നദിക്കരയിൽ നടത്തിയ പരിശോധനയിൽ ഈ ലോഹത്തിന്റെ സാന്നിധ്യം വീണ്ടും കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നാളെ പരിശോധന നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് കൂടുതൽ സങ്കീർണമായ ഒരു മിഷൻ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് 2 എക്സ്കവേറ്റർ കൊണ്ടുവന്ന് അവിടെ നിന്നും മണ്ണ് മുകളിലേക്ക് എത്തിച്ച് അതിനുശേഷം ടിപ്പറിൽ കൊണ്ടുപോകുന്ന രീതിയിലായിരിക്കും ഈ മണ്ണ് മാന്തൽ പ്രക്രിയ ഉണ്ടാവുക. അത് ഒരുപക്ഷെ ദിവസങ്ങളോളം തന്നെ എടുക്കുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ സ്ഥലം MLA കൂടിയായ സതീഷ് സൈനി ഈ സൈന്യത്തിന്റെ ദൗത്യം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു എന്ന് പറഞ്ഞത് ചില ആശയക്കുഴപ്പങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തു. പക്ഷേ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നോ സൈന്യം മടങ്ങിപ്പോകുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു സ്ഥിരീകരണവും ഉണ്ടായില്ല. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രഞ്ജിത്ത് അടക്കമുള്ള ആളുകൾ പറയുന്നത് സൈന്യം നാളെയും സ്ഥലത്തുണ്ടാകുമെന്നുള്ള കാര്യം കൂടിയാണ്. അതേസമയം സൈന്യം എത്തിച്ച ഈ റഡാർ സംവിധാനത്തിൽ രഞ്ജിത്ത് അടക്കമുള്ള ആളുകൾ നീരസം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിന് അക്യുറസി കുറവാണ് എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തത്. അതിനിടയിൽ തന്നെ നദിയിൽ നാവികസേന നടത്തിയ പരിശോധനയിൽ ഈ ലോഹത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയുള്ള സൂചനകളുണ്ട്. അവിടെ രാവിലെ പരിശോധന നടത്താനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ 2 സ്ഥലങ്ങളിലായിരിക്കും നാളെ പ്രധാനമായും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും സൈന്യവും അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനകളും അടക്കം അതോടൊപ്പം തന്നെ നാവികസേനയും അടക്കമുള്ള ഒരു പരിശോധനയായിരിക്കും നാളെ നടക്കുക. ഏതായാലും അർജുനെ ജീവനോടെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തിൽ നിന്ന് വളരെ അപ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുന്ന പ്രകടനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൗത്യസേനയുടെ ഭാഗത്തുണ്ടായത് എന്ന് ഖേദപൂർവ്വം പറയേണ്ടി വരുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഘട്ടത്തിലുള്ളത്. പുഴയുടെ സമീപത്തുള്ള മണ്ണ് നീക്കിയുള്ള പരിശോധനയാണ് നടക്കുക. AK അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത്.